പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ എത്രയും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു വിഭവമായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവമാണ് മസാല ദോശ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മസാല ദോശയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നൊരു മസാല ദോശ. അപ്പം ആ വിശേഷത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ ചെയ്തത് ഉരുളക്കിഴങ്ങ് ഒരു 4 എണ്ണം എടുത്തു. തൊലിയെല്ലാം കളഞ്ഞു, നല്ല വൃത്തിക്ക് കഴുകി ചൂടുവെള്ളത്തിലിട്ട് പുഴുങ്ങി അത് ഉടച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ട മസാലയാണ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു 2 ഉള്ളി എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ള. ഒരു 3 പച്ചമുളകുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, ഒരു 3-4 അല്ലി വെളുത്തുള്ളിയുണ്ട്. ഇത്രയും ഐറ്റം ഇട്ട് നല്ല കൃത്യമായിട്ട് കടുക് പൊട്ടിച്ച് ആ എണ്ണയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ആ പച്ചമണമെല്ലാം ഒന്ന് പാറി വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി നമ്മുടെ പാകത്തിനുള്ളത് അതൊന്ന് ഇട്ട് കൊടുത്ത് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പ്രത്യേകം മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അടിയിൽ പിടിക്കരുത്, കാരണം വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതേപോലെ നന്നായിട്ട് കൃത്യമായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ആ ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ, നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അത് ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ രുചിയും മണവും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കുറച്ച് ചപ്പുകളായിട്ടുള്ള നമ്മുടെ വർഗ്ഗമുണ്ടല്ലോ, നമ്മുടെ മല്ലിച്ചപ്പ്, നമ്മുടെ കറിവേപ്പില, ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാല റെഡിയായി, മസാല ദോശയുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ദോശയാക്കാൻ വേണ്ടി ഞാൻ ദോശക്കല്ല് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളാക്കി വെച്ച മാവ്, ആ മാവ് നന്നായിട്ട് ഇളക്കി നമ്മുടെ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്, ദോശക്കല്ലിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ആ ദോശക്കല്ലിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് പരത്തി നന്നായിട്ട് നല്ല വിസ്തീർണത്തിൽ നമ്മുടെ ആ ഒരു ചട്ടിക്ക് എത്ര വലുപ്പമുണ്ടോ ദോശക്കല്ലിന് എത്ര വലുപ്പമുണ്ടോ ആ വലുപ്പത്തിലാക്കുക. കാരണം നമുക്കതിനകത്ത് മസാല നിറയ്ക്കാനുള്ളതാണ്. എത്രയും നല്ലതായിരിക്കും. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ വൈകുന്നേരം ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് പുറത്തുനിന്ന് കഴിക്കുന്ന ആളുകളായിരിക്കില്ലേ. അപ്പോൾ നമുക്ക് ഒരു ദിവസം വീട്ടിൽ നിന്ന് ടേസ്റ്റ് ചെയ്യണം. മസാല ദോശ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വിഭവമാണ്. നമ്മൾ ഇന്ന് കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ എങ്ങനെ മസാല ദോശ ഉണ്ടാക്കാമെന്നാണ്. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇത് മൂടി വെച്ചതിന് ശേഷം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനുള്ള നല്ല മസാല ദോശ നല്ല പരുവമായിട്ട് ദോശയൊക്കെ വരും. അതിനകത്തേക്ക് വേണം നമുക്ക് ഈ മസാലയൊക്കെ നിറച്ച് അത് നല്ല റോളാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അറിയാം നമുക്കതിൻ്റെ ഒരു രുചിയും അതിനകത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന സാധനം. ഇനി നമുക്ക് ആ മൂടി ഒന്ന് തുറക്കാം. ആ മൂടി ഒന്ന് തുറന്നു. ഇപ്പോൾ കണ്ടോ, നല്ല വലുപ്പത്തിൽ, അത്യാവശ്യം ഇതിനകത്തുള്ള അത്രയും വലുപ്പത്തിൽ ദോശയായിട്ടുണ്ട്. ഇനി അതിനകത്ത് നമ്മുടെ മസാല നിറയ്ക്കാൻ പോവാണ്. അത് നന്നായിട്ട് നിറയ്ക്കുക. വട്ടത്തിൽ നിറച്ച് അത് നമുക്ക് നല്ല റോളാക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കണം. നമുക്കിപ്പോൾ ഒരു 2-3 പേരൊക്കെ ആണെങ്കിൽ ഒരു 4-5 ഇതേപോലത്തെ മസാല ദോശ മതിയായിരിക്കും. അത് ആളുകളുടെ അളവിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പം നല്ല രീതിയിൽ നമുക്കിനകത്ത് റോൾ ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് റോൾ ചെയ്ത് വട്ടത്തിലൊരു ദോശയുടെ കണ്ടീഷനിലാക്കിയെടുത്ത് ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കടയിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിലും നല്ലൊരു പെർഫെക്ഷൻ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും. കണ്ടോ, നല്ലൊരു വൃത്തിയായി അതേപോലെ ആക്കിയെടുത്ത് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്കോ നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വന്നാലോ അവർക്കൊക്കെ നമുക്ക് കൊടുക്കാം. നല്ല രുചിയുള്ളതാണ്, വളരെ രുചിയുള്ളതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇത് കൂടെ നമുക്ക് തന്നെ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്